section on a classification of CNC system. Classification of CNC system. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് NC എന്താണ്, ന്യൂമറിക്കൽ കൺട്രോൾ എന്താണ്, അതിൻ്റെ കമ്പോണൻസ് എന്താണ്, അല്ലേ, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് NCക്കകത്ത് വരുന്നത്, അതിനുശേഷം അഡ്വാൻറ്റേജ് പഠിച്ചു, ഡിസഡ്വാൻറ്റേജ് പഠിച്ചു, ബേസിക് കമ്പോണൻസ് ഓഫ് CNC പഠിച്ചു, 3 കമ്പോണൻസ് പഠിച്ചു, പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻസ്, കമ്പ്യൂട്ടർ കൺട്രോൾ, മെഷീൻ ടൂൾ എന്ന 3 കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം ആ 3 കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിച്ചു, അല്ലേ. കമ്പ്യൂട്ടറിനകത്തുണ്ട് 3 കമ്പോണൻ്റ്, DPU ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ്, പിന്നെ കൺട്രോൾ യൂണിറ്റ്, പിന്നെ ഫീഡ്ബാക്ക് സിസ്റ്റം, അത് പഠിച്ചു. അതിനുശേഷം ആക്സിസ് പഠിച്ചു, CNC കോർഡിനേറ്റ് സിസ്റ്റം, XYZ ആക്സിസ്, അത് വെർട്ടിക്കൽ ഡ്രില്ലിംഗ് മെഷീനെ പഠിച്ചു, പിന്നെ ലേത്തിനെ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചു നിർത്തിയത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് CNC സിസ്റ്റം. CNC നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഏതിക്കോ, ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് കൺട്രോൾ. ഫീഡ്ബാക്കിനെ ബേസ് ചെയ്ത്, ഫീഡ്ബാക്ക് കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ലൂപ്പ് എന്ന് പറയാം, ആൻഡ് ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് CNC സിസ്റ്റംസ് ഫസ്റ്റ് വണ്ണാണ്. നമ്മൾ CNC സിസ്റ്റത്തിന് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ബേസിസിലാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് ഫീഡ്ബാക്ക് സിസ്റ്റമാണ്, അല്ല ക്ലോസ് ലൂപ്പ് സിസ്റ്റമാണ്. ഫീഡ്ബാക്ക് കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ലൂപ്പ് സിസ്റ്റമാണ്. ക്ലിയർ ആയോ? ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് ആദ്യം ക്ലാസിഫിക്കേഷൻ നോക്കിയിട്ട് ഡീറ്റെയിലായിട്ട് പോവാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയോ? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയോ? ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് ബേസ്ഡ് ഓൺ ദി ഫീഡ്ബാക്ക് കൺട്രോൾ. ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്ലോസ് ലൂപ്പ്, കൊടുക്കുന്നില്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ്. ഓക്കെ ആണോ ഇത്? ഓക്കെ, നിങ്ങൾ ഇത് നോട്ട്ബുക്കിനകത്തോട്ട് എഴുതി പോവുക. കാരണം എനിക്ക് മാത്രമേ നിങ്ങൾക്കിത് നാളെ ഞാൻ എന്ത് പഠിപ്പിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കാനെങ്കിലും സംഭവം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി വളരെ നമ്മളിപ്പോൾ PPT തരുവാണെങ്കിൽ പോലും PPTക്കകത്ത് കുറച്ച് ഇൻ ഡെപ്തിലായിരിക്കും നോട്ട്സ് വരുന്നത്. പക്ഷേ നമുക്ക് അത്രയും കാര്യങ്ങൾ വേണ്ട, നമ്മൾ പഠിക്കുമ്പം കുറച്ച് ബ്രീഫായിട്ട് മതി. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് ഈ നോട്ട്സ് ചെയ്യുന്നത് ഈ സ്ക്രീനിനകത്ത് അറ്റ്ലീസ്റ്റ് ഞാൻ ഈ സ്ക്രീനിനകത്ത് എഴുതുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ നോട്ട്ബുക്കിനകത്തോട്ട് പകർത്തി എഴുതുക കേട്ടോ. അത്രയും കാര്യങ്ങളെങ്കിലും മിനിമം പഠിച്ചിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ മോഷൻ കൺട്രോൾ. മോഷൻ കൺട്രോളിൻ്റെ ബേസിസിൽ 3 ക്ലാസിഫിക്കേഷനുണ്ട്. ഫസ്റ്റ് വൺ പോയിൻ്റ് ടു പോയിൻ്റ്, സെക്കൻഡ് വൺ ഫസ്റ്റ് വൺ പോയിൻ്റ് ടു പോയിൻ്റ്, സെക്കൻഡ് വൺ സ്ട്രെയിറ്റ് ലൈൻ, തേർഡ് വൺ അപ്പം നമ്മുടെ ടൂളിൻ്റെ മോഷൻ അനുസരിച്ച്, നമ്മൾ ടൂളിൻ്റെ മോഷൻ എങ്ങനെയാണെന്നുള്ളതനുസരിച്ച്, മോഷൻ കൺട്രോൾ അനുസരിച്ച് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്നാമത്തെ പോയിൻ്റ് ടു പോയിൻ്റ് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ എന്ന് പറഞ്ഞ് ഫസ്റ്റ് വണ്ണാണ് പോയിൻ്റ് ടു പോയിൻ്റ്, ഒരു പോയിൻ്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് മൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, അതാണ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. മൂന്നാമത്താണ് കോണ്ടൂറിങ്. ഇത് മൂന്നും ഇപ്പം നമ്മൾ പറയുവാണ്, നമുക്ക് ഡ്രില്ലിംഗ് മെഷീനകത്ത് ഹോൾ ഇടുന്നത് എങ്ങനെയാണ് എന്ന് ആലോചിച്ച് നോക്കി. ഒരു പോയിന്റിൽ ഹോൾ ഇടുന്നത്, എന്നിട്ട് ടൂൾ പൊക്കുന്നത്, അല്ലേ? അങ്ങനെയാണോ? നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഹോൾ ഇടുന്നത് എങ്ങനെയാണ്? ഒരു പ്ലേറ്റിനകത്ത് ഈ പോയിന്റിലും ഹോൾ ഇടണം. അപ്പം നമ്മൾ ആദ്യമേ ടൂൾ ഇവിടെ കൊണ്ടുവെക്കുന്നത്, എന്നിട്ട് എന്തുവാ ഡ്രില്ല് ചെയ്യുന്നത്, ഹോൾ ഉണ്ടാക്കുന്നത്, അല്ലേ? എന്നിട്ട് ടൂളിനെ പൊക്കുന്നത്, എന്നിട്ട് പിന്നെ അടുത്ത പോയിന്റ് കൊണ്ടുവെക്കുന്നത്, ഉണ്ടോ? എന്നിട്ട് പിന്നെ ഡ്രില്ല് ചെയ്യുന്നത്, അല്ലേ? എന്നിട്ട് ടൂള് പൊക്കുന്നത്, പിന്നെ അടുത്ത പോയിന്റ് കൊണ്ടുവെക്കുന്നത്, എന്നിട്ട് ഡ്രില്ല് ചെയ്യുന്ന ഹോൾ ഇടുന്നത്, അല്ലേ? അങ്ങനെയുള്ള ഓപ്പറേഷൻസാണ്
പോയിന്റ് ടു പോയിന്റ് എന്താ മോഷനകത്ത് വരുന്നത്. മനസ്സിലായോ? എക്സാമ്പിൾ പറഞ്ഞ് മനസ്സിലായോ? പോയിന്റ് ടു പോയിന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പോയിന്റ് കൊണ്ടുവെക്കുന്നു, അവിടെ മാത്രം മെഷീനിങ് ഓപ്പറേഷൻ ചെയ്യുന്നു, വീണ്ടും എടുക്കുന്നു, അടുത്ത പോയിന്റ് എവിടെയാണോ അവിടെ കൊണ്ടുവെക്കുന്നു, അവിടെ മാത്രം മെഷീനിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അങ്ങനെയുള്ളതാണ് പോയിന്റ് ടു പോയിന്റ് എന്ന് പറയുമ്പോൾ. ക്ലിയർ ആണോ? ഞാനീ പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പോയിന്റ് ടു പോയിന്റ്, സ്ട്രെയിറ്റ് ലൈൻ, കോണ്ടൂറിങ്, ഇതെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പോയിന്റ് ടു പോയിന്റിങ് എന്ന് പറയുമ്പോൾ ഡ്രില്ലിംഗ് മെഷീനിൽ അങ്ങനെയുള്ള ഡ്രില്ലിംഗ് മെഷീനിലാണ് സാധാരണ പോയിന്റ് ടു പോയിന്റ് ഉപയോഗിക്കുന്നത്. കാരണം ഒരു പോയിന്റ് ഇപ്പം നമുക്ക് ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റ് ഹോൾ ഉണ്ടാവും, ബി എന്ന് പറയുന്ന പോയിന്റ് ഹോൾ ഉണ്ട്, സി എന്ന് പറയുന്ന പോയിന്റ് ഹോൾ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് എടുക്കുന്നത്? ആ പോയിന്റിൽ മാത്രം നമ്മൾ മെഷീനിങ് ചെയ്താൽ മതി ഇല്ലേ? അതോ മൊത്തമായിട്ട് ഉരയ്ക്കണോ? ആ പ്ലേറ്റ് മൊത്തമായിട്ട് ഉരയ്ക്കണോ? ആ ടൂള് ആ പ്ലേറ്റ് മൊത്തമായിട്ട് ഉരയ്ക്കണോ? വേണ്ട. ഈ രണ്ടാമത്തേത് സ്ട്രെയിറ്റ് ലൈൻ കോണ്ടൂർ. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എക്സാമ്പിൾ എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ എവിടെയാണ് വരുന്നത്? സ്ട്രെയിറ്റ് ലൈൻ എവിടെയാണ് വരുന്നത്? സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ ലേത്തിനകത്ത് ടേണിങ് കണ്ടില്ലേ? ലേത്തിനകത്ത് ടേണിങ് കണ്ടിട്ടില്ലേ? ഒരു സർക്കുലർ ഷാഫ്റ്റ് ലേത്തിന് രണ്ട് ചക്കിലും കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിവിടെ എന്താ പറയുന്നത്, ഒരു ടൂള് വെച്ച് കൊടുക്കും. ടൂൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഈ ഷാഫ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൂൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? പറഞ്ഞ മനസ്സിലായോ? ഒരു ഷാഫ്റ്റ് ഓക്കെ, ഈ ഷാഫ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഷാഫ്റ്റ് ഈ ലേത്തിൻ്റെ ഒരു ചക്കിനകത്ത് ഇങ്ങനെ കണക്ട് വെച്ച് വെക്കുക. എന്നിട്ട് ഞാൻ ഇതിനെ മെഷീൻ ചെയ്യുമ്പോൾ ഒരു ടൂൾ കൊണ്ട് വെക്കുക. ഈ ടൂളിൻ്റെ ഷാർപ്പിന് ഇവിടെ വെച്ച് വെക്കുക. ഈ ടൂൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈനല്ലേ? അപ്പോൾ ആ ടൈപ്പ് ഓപ്പറേഷൻസ് എക്സാമ്പിളിൽ പറയുമ്പോഴത്തേന് ടേണിങ് ഓപ്പറേഷനൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് ചെയ്യുന്നത് അല്ലേ? ടേണിങ് ഓപ്പറേഷൻ, ഫേസിങ് ഓപ്പറേഷൻ ഒക്കെ. അപ്പോൾ പോയിന്റ് ടു പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രില്ലിങ് ഓപ്പറേഷനാണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ചെയ്യുന്നത് എന്താണ്? ടേണിങ് ഓപ്പറേഷനാണ്. മൂന്നാമത്തെ എന്താണ്? കോണ്ടൂറിങ്. കോണ്ടൂറിങ് എന്ന് വെച്ചാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ കോണ്ടൂറിങ്? കോണ്ടൂറിങ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ കോണ്ടൂറിങ് നിങ്ങൾ ഇത്രയും മാത്രം ആലോചിച്ച് വെക്കുക. കോണ്ടൂറിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിനകത്തോട്ട് ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടൊരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കോംപ്ലക്സ് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ സാധാരണ ലേത്തിനകത്ത് ചെയ്യാൻ പറ്റുമോ? ലേത്തിനകത്തോ ഡ്രില്ലിംഗ് മെഷീനകത്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു ഇത്രയും ഭാഗം കട്ട് ചെയ്തും കളയണം. അപ്പോൾ ഇച്ചിരി പ്രയാസമാണ് അല്ലേ? അപ്പോൾ നമുക്ക് കാരണം ഇതിനകത്ത് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു സർക്കുലർ സംഭവമുണ്ട്, പിന്നെ ഫില്ലറ്റ് ഉണ്ട്, അങ്ങനെ പല കോമ്പിനേഷൻ വരുന്നുണ്ട് ആണോ? അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് കോണ്ടൂറിങ്. അപ്പം മോഷൻ കൺട്രോളിനെ ബേസ് ചെയ്തിട്ട് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പോയിന്റ് ടു പോയിന്റ്, സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ, തേർഡ് വൺ ആകുമ്പോൾ കോണ്ടൂറിങ്. ക്ലിയർ ആണോ? ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. പക്ഷേ ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇന്നത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാനുണ്ട്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്ക് കൺട്രോൾ, ദ CNC സിസ്റ്റം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഫസ്റ്റ് വൺ ഈസ് ഓപ്പൺ ലൂപ്പ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ ഫീഡ്ബാക്ക്. ഓക്കെ, ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ദർ ഈസ് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദ മോഷൻ കൺട്രോൾ, CNC സിസ്റ്റം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ഫസ്റ്റ് വൺ ഈസ് പോയിന്റ് ടു പോയിന്റ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ആണ്. സെക്കൻഡ് വൺ ഈസ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ ടേണിംഗ് ഓപ്പറേഷൻ, ഫേസിങ് ഓപ്പറേഷൻ ഒക്കെ പറയാം. കോണ്ടൂറിംഗ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് കോംപ്ലക്സ് ഷേപ്പ്സ് ഒക്കെ നമുക്ക് മെഷീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കോണ്ടൂറിംഗ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 മെത്തേഡ്സ് മനസ്സിലായോ? 3 മോഷൻ കൺട്രോൾസ് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയോ? ഓക്കെ, അടുത്ത 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ പവർ ഡ്രൈവ്. എന്താണ്? ബേസ്ഡ് ഓൺ
പവർ ഡ്രൈവ്. പവർ drive. നമ്മൾ എങ്ങനെയാണ് ഇതിന് പവർ കൊടുക്കുന്നത് ബേസ് ചെയ്തില്ല. അതായത് ഹൈഡ്രോളിക് ആവാം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഹൈഡ്രോളിക് ആകാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആവാം, അല്ലെങ്കിൽ ന്യൂമാറ്റിക് ആവാം. ഈ 3 ടൈപ്പാണ് ബേസ്ഡ് ഓൺ പവർ ഡ്രൈവ്. പവർ കൊടുക്കുന്നത് ഒന്നി ഹൈഡ്രോളിക് പവർ വെച്ച് വർക്ക് ചെയ്യാം, ഇലക്ട്രിക് പവർ വെച്ച് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂമാറ്റിക് പവർ വെച്ച് വർക്ക് ചെയ്യാം. അത് ജസ്റ്റ് പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ ആണോ? ഫോർത്ത് വൺ, ബേസ്ഡ് ഓൺ സർക്യൂട്ട് ടെക്നോളജി. ബേസ്ഡ് ഓൺ സർക്യൂട്ട് ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് 2 സിസ്റ്റംസ് ഉണ്ട്. അനലോഗ് സിസ്റ്റം ഉണ്ട്, ഡിജിറ്റൽ സിസ്റ്റം ഉണ്ട്. ബേസ്ഡ് ഓൺ സർക്യൂട്ട് ടെക്നോളജി ഇപ്പോൾ 2 സിസ്റ്റം ഉണ്ട്, അനലോഗ് സിസ്റ്റം ഉണ്ട്, ഡിജിറ്റൽ സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി. നമ്മൾ ആദ്യം പറഞ്ഞ 2 എണ്ണമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെ ബേസിസിൽ ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം. മോഷൻ കൺട്രോളിൻ്റെ ബേസിസിൽ പോയിന്റ് സ്ട്രെയിറ്റ് ലൈൻ കോണ്ടൂറിങ്. ഈ 3 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ഡ്രൈവ് ഒക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പവർ ഡ്രൈവ് ഹൈഡ്രോളിക്, ഇലക്ട്രിക്കൽ, ന്യൂമാറ്റിക്. സർക്യൂട്ട് ടെക്നോളജി നമുക്ക് സർക്യൂട്ട്, ഡിജിറ്റൽ സിസ്റ്റം ഉണ്ട്, അനലോഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആദ്യത്തെ 2 എണ്ണമാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ പൊസിഷനിങ് സിസ്റ്റം. ബേസ്ഡ് ഓൺ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ 2 ക്ലാസിഫിക്കേഷനാണ്. അബ്സല്യൂട്ട് പൊസിഷനിങ്. സെക്കൻഡ് വൺ, ഇൻക്രിമെൻ്റൽ പൊസിഷനിങ്. എന്താണ് ബേസ്ഡ് ഓൺ പൊസിഷനിങ് സിസ്റ്റം? എന്തൊക്കെയാണ്? രണ്ടെണ്ണം ഉണ്ട്. 2 ടൈപ്സ് ഓഫ് പൊസിഷനിങ് സിസ്റ്റംസ് ഉണ്ട്. എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞേ? 2 ടൈപ്സ് ഓഫ് പൊസിഷനിങ് സിസ്റ്റം ഉണ്ട്. എന്തൊക്കെയാണ്? 2 ടൈപ്സ് ഓഫ് പൊസിഷനിങ് സിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഒന്ന് പറയുമോ? അബ്സല്യൂട്ട് പൊസിഷൻ. സെക്കൻഡ് വൺ ഈസ് ഇൻക്രിമെൻ്റൽ പൊസിഷനിങ്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കണം. അത് സെൽഫ് എക്സ്പ്ലനേറ്ററി അല്ല. അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് പൊസിഷനിങ്ങും എന്താണ് ഇൻക്രിമെൻ്റൽ പൊസിഷനിങ്ങും എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം. അതിൻ്റെ ഡീറ്റെയിലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, എന്തായാലും അബ്സല്യൂട്ട് പൊസിഷനിങ്ങും ഇൻക്രിമെൻ്റൽ പൊസിഷനിങ്ങും എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അബ്സല്യൂട്ട് പൊസിഷനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേന് ഞാനൊരു വർക്ക് പീസ് എടുക്കും. ഒരു പാർട്ട് ഡ്രോയിങ്ങാണ്. ഇതൊരു പാർട്ട് ഡ്രോയിങ്ങിനകത്ത് ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിൻ്റെ പേര് H1, ഈ ഹോള് H2, ഈ ഹോള് H3, ഈ ഹോള് H4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണയായിട്ട് CNC പ്രോഗ്രാം എഴുതുമ്പോഴത്തേന് ഇതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡയമെൻഷൻ ഒരു 150 ആണ്. ഇതിൻ്റെ ടോട്ടൽ ഇവിടുത്തെ ഈ സൈഡിലെ ലെങ്ത്, ഈ സൈഡിലെ ലെങ്ത് 90 ആണ്. ഓക്കെ, പിന്നെ എല്ലാ ഡയമെൻഷനും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് പൊസിഷനിങ് എന്ന് പറയുമ്പോഴത്തേന് ഇപ്പം നമ്മൾ സാധാരണയായിട്ട് ഒറിജിനായിട്ട് എടുക്കുന്നത് ഏറ്റവും ബോട്ടം ലെഫ്റ്റ് മോസ്റ്റ് കോർണറാണ്. നമ്മൾ സാധാരണയായിട്ട് ഒറിജിനായിട്ട് എടുക്കുന്ന ഏതാണ്? ബോട്ടം മോസ്റ്റ് ലെഫ്റ്റ് കോർണറാണ് ഒറിജിനായിട്ട് എടുക്കുക. അപ്പോൾ ബോട്ടം മോസ്റ്റ് ലെഫ്റ്റ് കോർണർ നമ്മൾ എവിടെയായിട്ട് വരും? ബോട്ടം ലെഫ്റ്റ് കോർണർ പറയുമ്പോൾ എവിടെയായിട്ട് വരും? ബോട്ടം ലെഫ്റ്റ് കോർണർ പറയുമ്പോൾ എവിടെയായിട്ട് വരും? എവിടാ ഒന്ന് പറഞ്ഞേ, എവിടെ വരും? H2 അല്ല, ഈ കോർണർ വരും ഒറിജിൻ. ആണോ? ഈ കോർണർ അല്ലേ ഒറിജിൻ ഏതായിട്ട് വരും? നമ്മൾ സാധാരണ ഒറിജിനായിട്ട് എടുക്കുന്നത് എപ്പോഴും നമ്മൾ എടുക്കുന്നത് എങ്ങനെ? നമ്മുടെ കൺവീനിയൻസിനായിട്ട് നമ്മൾ എടുക്കുന്നത് ബോട്ടം മോസ്റ്റ് ലെഫ്റ്റ് പൊസിഷനാണ് ഒറിജിനായിട്ട് എടുക്കുന്നത്. എങ്ങനെയാ? ബോട്ടം മോസ്റ്റ് ലെഫ്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് എൻ്റെ വർക്ക് പീസ്.
ഓക്കെ. ഈ വർക്ക് പീസിന് എനിക്ക് ഇവിടെ ഒരു ഹോളുണ്ട്, H1 എന്ന് പറയുന്ന ഹോളുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഹോളുണ്ട്, H2 എന്ന് പറയുന്ന ഹോളുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ബോട്ടം മോസ്റ്റ് ലെഫ്റ്റ് കോർണർ എന്ന് പറയുമ്പോൾ ഏത് കോർണറാണ് വരുന്നത്? ഇതാണ് എൻ്റെ ഒറിജിൻ. അതിനകത്ത് അടക്കിയിട്ട് സംശയമുണ്ടോ? ബോട്ടം ലെഫ്റ്റ് കോർണർ ഓഫ് വർക്കാണ് നമ്മുടെ ഒറിജിൻ. അങ്ങനെ തറക്കിൽ സംശയമുണ്ട്. അപ്പോൾ ഏതാ ഒറിജിനായിട്ട് വരുന്നത്? അപ്പോൾ ഏതാ ഒറിജിനായിട്ട് വരുന്നത്? ഏതാ ഒറിജിൻ? ഇതല്ലേ? ആണോ? എസ് ഓർണോ? ആണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ അബ്സല്യൂട്ട് സിസ്റ്റത്തിനകത്ത് നമ്മൾ H1 എന്ന് പറയുന്ന ഹോൾ ഡ്രില്ല് ചെയ്യാൻ നേരവും കമാൻഡ് കൊടുക്കുമ്പം നമുക്ക് ഈ ഒരു ഒറിജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. ഈ ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് എക്സ് മാറിയിട്ടാണ്, എത്ര ഡിസ്റ്റൻസ് വൈ മാറിയിട്ടാണെന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി H2 എടുക്കുമ്പോഴും നമ്മൾ ഈ ഒരു ഒറിജിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. ഒറിജിൻ ചേഞ്ച് ചെയ്യത്തില്ല. അബ്സല്യൂട്ട് സിസ്റ്റത്തിനകത്ത് എപ്പോഴും ഒറിജിൻ ചേഞ്ച് ചെയ്യത്തേ ഇല്ല. അതായത് ആദ്യമേ നമ്മൾ ടൂൾ എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? ടൂൾ ആദ്യം എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? ടൂൾ ആദ്യമേ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൂൾ എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? ടൂൾ എവിടെ വരും? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറിജിനിലായിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ CNC മെഷീനകത്ത് നമ്മൾ ടൂള് ഇനിഷ്യലി ഇരിക്കുന്നത് ഒരു ഡ്രില്ലിങ് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. 2 ഹോൾ ഡ്രില്ല് ചെയ്യണം. H1 എന്ന് പറഞ്ഞ ഹോളും H2 എന്ന് പറഞ്ഞ ഹോളും ഡ്രില്ല് ചെയ്യണം. അപ്പോൾ ഇനിഷ്യലി നമ്മുടെ ടൂള് എവിടെ കൊണ്ട് വെക്കും? എവിടെ കൊണ്ട് വെക്കും? എവിടെയാണ് കൊണ്ടുവെക്കുന്നത്? ഒറിജിനിൽ കൊണ്ടുവെക്കുന്നത്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, നമ്മളെവിടെ നിർത്തിയത്? അപ്പം ഇൻക്രിമെൻറ്റ് അബ്സല്യൂട്ട് സിസ്റ്റത്തിനകത്ത് നമ്മൾ സ്റ്റാർട്ടിങ് ടൂൾ എവിടെ ഇരിക്കുന്നത്? സ്റ്റാർട്ടിങ് ടൂൾ എവിടെ ഇരിക്കും? ഒറിജിനില്ല. എന്നിട്ട് H1 എന്ന് പറഞ്ഞ ഹോൾ ഡ്രില്ല് ചെയ്യാൻ നമ്മൾ കമാൻഡ് കൊടുക്കുമ്പോൾ ടൂൾ എവിടെ വന്നിരിക്കും? H1 വന്നിരിക്കും. ഓക്കെ, H1 എന്ന് പറഞ്ഞ ഹോൾ ഡ്രില്ല് ചെയ്തതിന് ശേഷം ടൂള് എഗെയിൻ ബാക്ക് ടു ഒറിജിൻ വരും. മനസ്സിലായില്ലേ? H1 എന്ന് പറഞ്ഞ ഹോൾ ഡ്രില്ല് ചെയ്തതിന് ശേഷം ടൂൾ എവിടെ വന്നിരിക്കും? തിരിച്ച് എവിടെ വന്നിരിക്കും? എഗെയിൻ ബാക്ക് ടു സൗണ്ട് ക്ലിയർ ആണ്? ഒറിജിൻ. അതിനുശേഷം നമ്മൾ H2 കമാൻഡ് കൊടുക്കുമ്പോൾ വീണ്ടും ഒറിജിനിൽ നിന്നാണ് H2 പോകുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ H2 കമാൻഡ് കൊടുക്കുമ്പോൾ വീണ്ടും ഒറിജിനിൽ നിന്നാണ് H2 പോകുന്നത്. മനസ്സിലായോ? എന്നിട്ട് H2 ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചെവിടെ വരും? H2 ഡ്രില്ല് ചെയ്യുമ്പോൾ വീണ്ടും തിരിച്ചെവിടെ വരും? പക്ഷേ ഇൻക്രിമെൻ്റൽ പൊസിഷനിങ്ങിനകത്ത് അങ്ങനെയല്ല. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു, അപ്പോൾ ഇൻക്രിമെൻ്റൽ പൊസിഷനകത്ത് എങ്ങനെയായിരിക്കും വരുന്നത്? ഇൻക്രിമെൻ്റൽ പൊസിഷനിങ്ങിനകത്ത് എങ്ങനെയായിരിക്കും വരുന്നത്? ഇത് ഇനിഷ്യൽ ഒറിജിൻ, ഇവിടെ H1 എന്ന് പറഞ്ഞ ഹോള്, ഓക്കെ, H2 എന്ന് പറഞ്ഞ ഹോള്. അപ്പോൾ ആദ്യമേ ടൂൾ എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? ഒറിജിൻ. എന്നിട്ട് H1 എന്ന് പറഞ്ഞ ഹോൾ ഡ്രില്ല് ചെയ്യാൻ കമാൻഡ് എടുക്കുമ്പോൾ ടൂൾ എവിടെ വന്നിരിക്കും? H1 വരും. H1 ഹോൾ ഡ്രില്ല് ചെയ്തതിന് ശേഷം ഒറിജിനിലോട്ട് പോകത്തില്ല. പകരം എന്തെടുക്കും? അടുത്ത ഇവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ഇവിടുന്ന് അടുത്ത H2 കമാൻഡ് എടുക്കുമ്പോൾ ഇവിടുന്ന് H2 പോകും. മനസ്സിലായില്ല? ഇതാണ് ഇൻക്രിമെൻ്റൽ പൊസിഷനിങ് എന്ന് പറയുമ്പോഴത്തേന്. അതായത് തൊട്ട് മുന്നിലത്തെ പൊസിഷൻ എവിടെയാണോ അവിടുന്ന് തൊട്ടടുത്ത പൊസിഷനിലോട്ട് ഇൻക്രിമെൻ്റ് ചെയ്ത് വേണം കൊടുക്കുന്നത്. അതല്ലാതെ ആദ്യമേ ടൂൾ വന്നിട്ട് എഗെയിൻ ബാക്ക് ടു ഒറിജിനൽ പൊസിഷൻ വന്നിരിക്കത്തില്ല. ഓക്കെ, അതാണ് അബ്സല്യൂട്ട് പൊസിഷനിങ്ങും ഇൻക്രിമെൻ്റൽ പൊസിഷനിങ് തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആണോ?
ക്ലിയർ ആവോ? ഹലോ, അത് രണ്ട് പൊസിഷനിങ് ക്ലിയർ ആയോ? അപ്പോൾ ലാസ്റ്റത്തെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ നമ്പർ 5, ബേസ്ഡ് ഓൺ ആക്സിസ് ഐഡൻറ്റിഫിക്കേഷൻ. നമുക്ക് 2 ആക്സിസ് സിസ്റ്റം ഉണ്ട്, 3 ആക്സിസ് സിസ്റ്റം ഉണ്ട്. നമുക്ക് 2 ആക്സിസ് സിസ്റ്റം ഉണ്ട് ബേസ്ഡ് ഓൺ ബേസ്ഡ് ഓൺ എന്താണ് ബേസ്ഡ് ഓൺ ആക്സിസ് ഐഡൻറ്റിഫിക്കേഷൻ. നമുക്ക് എത്ര ഉണ്ട്? 2 ആക്സിസ് സിസ്റ്റം ഉണ്ട്, 3 ആക്സിസ് സിസ്റ്റം ഉണ്ട്, 4 ആക്സിസ് ഉണ്ട്, 5 ആക്സിസ് ഉണ്ട്. ഇത്രയും 5 സിസ്റ്റംസ് വരെ, 5 ആക്സിസ് വരെയുള്ള CNC സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ 5 ക്ലാസിഫിക്കേഷനാണ് മൊത്തത്തിൽ, 5 അല്ല 6 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ മൊത്തത്തിൽ പഠിച്ചത്. ഏതൊക്കെയാണ് ഒന്നുകൂടി പറയാമോ? ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക്. അത് ഏതൊക്കെയായിരുന്നു? ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് ഏതൊക്കെയായിരുന്നു? ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് there are 2 types of CNC systems. ഏതൊക്കെയായിരുന്നു? Based on feedback there are 2 types of CNC systems. ഏതൊക്കെയായിരുന്നു? നമ്പർ 2 ആക്സിസ് സിസ്റ്റം ഉണ്ടോ? 2 ആക്സിസ് ഉള്ളത്, 3 ആക്സിസ് ഉള്ളത്, 4 ആക്സിസ് ഉള്ളത്, 5 ആക്സിസ് ഉള്ളത്, 5 ആക്സിസ് വരെയുള്ള CNC സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ ആക്സിസ് ഐഡൻറ്റിഫിക്കേഷൻ there are 4 types of CNC systems. 2 ആക്സിസ് ഉള്ളതുണ്ട്, 2 ആക്സിസ് ഉള്ളതുണ്ട്, 3 ആക്സിസ് ഉള്ളതുണ്ട്, 4 ആക്സിസ് ഉള്ളതുണ്ട്, 5 ആക്സിസ് ഉള്ളത്. ഇത്രയും ടൈപ്സ് ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ മൊത്തം ക്ലാസിഫിക്കേഷൻ, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പോലെ പറയുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് എത്ര ഉണ്ട്? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് ഏതൊക്കെയായിരുന്നു? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് ഏതൊക്കെയായിരുന്നു? ഓപ്പൺ ലൂപ്പ്, ക്ലോസ് ലൂപ്പ്. സെക്കൻഡ് വൺ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഷൻ കൺട്രോൾ ഏതൊക്കെയായിരുന്നു? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഷൻ കൺട്രോൾ, പോയിന്റ് സ്ട്രേറ്റ് ലൈൻ, കോണ്ടൂറിങ്. തേർഡ് വൺ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പവർ ഡ്രൈവ് എന്തൊക്കെയായിരുന്നു? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പവർ ഡ്രൈവ് ഏതൊക്കെയായിരുന്നു? ഹൈഡ്രോളിക്, ഇലക്ട്രിക്കൽ, ന്യൂമാറ്റിക്. ഫോർത്ത് വൺ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സർക്യൂട്ട് ടെക്നോളജി. സർക്യൂട്ട് ടെക്നോളജി ഏതൊക്കെയായിരുന്നു? അനലോഗ് ആൻഡ് Analog and digital. For fifth one based on പൊസിഷനിങ് സിസ്റ്റം. അത് എത്ര ടൈപ്പാണ്? ഡിജിറ്റൽ. പൊസിഷനിങ് സിസ്റ്റമോ? അബ്സല്യൂട്ട് ആൻഡ് ഇൻക്രിമെൻ്റൽ. എന്താണ് അബ്സല്യൂട്ട് സിസ്റ്റം? അബ്സല്യൂട്ട് ആൻഡ് ഇൻക്രിമെൻ്റൽ എന്താണ് അബ്സല്യൂട്ട് സിസ്റ്റം? അബ്സല്യൂട്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? അബ്സല്യൂട്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആരാ പറയുന്നത്? ബേസ്ഡ് ഓൺ അബ്സല്യൂട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് അബ്സല്യൂട്ട് പൊസിഷനിങ് സിസ്റ്റം? ഏതാ?
എന്താണ് അവിടെ സംഭവിക്കുന്നത്? അബ്സല്യൂട്ട് പൊസിഷൻ സിസ്റ്റത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? ഒറിജിൻ ബേസ് ചെയ്തു. ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോൾ തിരിച്ച് ഒറിജിനിലോട്ട് വരും, വീണ്ടും അവിടുന്ന് ഓപ്പറേഷൻ ചെയ്യും, വീണ്ടും ഒറിജിനിലോട്ട് വരും, വീണ്ടും അവിടുന്ന് ഓപ്പറേഷൻ ചെയ്യും, അല്ലേ? പക്ഷേ ഇൻക്രിമെൻ്റൽ അങ്ങനെയാണോ? ഇൻക്രിമെൻ്റൽ അങ്ങനെയാണോ? ഇൻക്രിമെൻ്റൽ അങ്ങനെയാണോ? അല്ല. ഇൻക്രിമെൻ്റൽ എങ്ങനെയാ പിന്നെ? എങ്ങനെ ഇൻക്രിമെൻ്റൽ? പ്രീവിയസ് ഓപ്പറേഷൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അത് ഒറിജിനുമായിട്ട് ബേസ് ചെയ്തിട്ടാണോ? ഒറിജിനുമായിട്ട് ബേസ് ചെയ്തിട്ടാണോ? ആണോ? ആണോ അല്ലേ? ഓക്കെ. അടുത്ത് നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്തുവായിരുന്നു? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക്, അല്ലേ? ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്കിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനകത്ത് എന്തൊക്കെയായിരുന്നു? ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആണോ? അപ്പോൾ നമുക്ക് ഓപ്പൺ ലൂപ്പാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് കണ്ടോ? അപ്പോൾ ഇത് ഓപ്പൺ ലൂപ്പിനകത്ത് ഫീഡ്ബാക്ക് ഉണ്ടോ? ഓപ്പൺ ലൂപ്പിനകത്ത് ഫീഡ്ബാക്ക് ഉണ്ടോ? ഓപ്പൺ ലൂപ്പിനകത്ത് ഫീഡ്ബാക്ക് ഉണ്ടോ? ഇല്ല. എന്ന് പറയാം പിള്ളേർ, എനിക്ക് ഇറിറ്റേറ്റഡ് ആവുന്നത്. നിങ്ങളെന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പോഴും ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. ഓക്കെ, ഇത് ഇത്രയും നേരം ആയോട്ടായിരിക്കും. രാവിലെ തൊട്ട് ക്ലാസ് എടുക്കുമല്ലോ, എന്നിട്ട് നെറ്റിൻ്റെ സ്പീഡ് കുറഞ്ഞതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതിവിടെ പറഞ്ഞ് നിർത്താം. ഓക്കെ, ഓപ്പൺ ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേന് നെറ്റ് കട്ടാവുന്നുണ്ടെങ്കിൽ പറയണേ. ആരെങ്കിലും എന്തെങ്കിലും പേഴ്സണലി വാട്സപ്പിലോ എവിടെയെങ്കിലും മെസ്സേജ് അയച്ചിട്ട് എന്നോട് അറിയിക്കണം. ഓക്കെ, ഹലോ. അപ്പോൾ ഈ ഫിഗർ നോക്കി, ഈ ഫിഗർ എന്ന് പറയുമ്പോഴത്തേന് ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ആണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റിൽ കൊടുത്തേക്കുന്നത് എന്താണ്? ഒരു പെൻഡ്രൈവ് അല്ലെങ്കിൽ CD. അതിനകത്ത് നമ്മുടെ പ്രോഗ്രാം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പെൻഡ്രൈവ് അല്ലെങ്കിൽ CD. അതിനകത്ത് നമ്മൾ എന്തോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്? പെൻഡ്രൈവിന് അല്ലെങ്കിൽ CD-ക്കകത്ത് എന്തോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്? പാർട്ട് പ്രോഗ്രാം. വെറും പ്രോഗ്രാം അല്ല, പാർട്ട് പ്രോഗ്രാം. ആ പാർട്ട് മാനുഫാക്ചർ ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ കോഡ് ചെയ്ത് പെൻഡ്രൈവിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്, അല്ലേ? ആ പ്രോഗ്രാം നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു? കമ്പ്യൂട്ടറിലിട്ട് കൊടുക്കുന്നത്. ഈ മൊത്തത്തിൽ യൂണിറ്റിൻ്റെ പേരാണ് എന്ത്? ഏതാ? പ്രസന്റേഷൻ പോയി. കാണാം പ്രസന്റേഷൻ? ഓക്കെ, ഓക്കെ. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്രോഗ്രാം, നമ്മൾ പാർട്ട് പ്രോഗ്രാം എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? പെൻഡ്രൈവ് അല്ലെങ്കിൽ CD-ക്കകത്ത് സ്റ്റോർ ചെയ്യുന്നു, അല്ലേ? അതിനുശേഷം അത് എങ്ങോട്ട് ലോഡ് ചെയ്യുന്നു? കമ്പ്യൂട്ടറിനകത്തോട്ട് കോഡ് ചെയ്യുന്നു. ഈ കമ്പ്യൂട്ടറിനകത്ത് എന്താണ് MCU എന്ന് വെച്ചാൽ? എന്താണ് MCU?
കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. MCU എന്താണ്? എന്താണ് MCU? MCU എന്താണ്? മെഷീൻ കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ MCUവിനകത്തോട്ട് നമ്മൾ കൊടുക്കുന്നു. അത് ഓക്കെ. ആ MCU എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജിനെ, നമ്മൾ കൊടുത്ത പ്രോഗ്രാം ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലേ? മെഷീൻ ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ലേറ്റർ വഴി നമ്മളൊരു സ്റ്റെപ്പർ മോട്ടറിലോട്ട് കൊടുക്കുന്നു. സ്റ്റെപ്പർ മോട്ടർ എന്തെടുക്കും? അതിന് ഏത് മോഷനാണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ നമ്മുടെ ടേബിളിന് അല്ലെങ്കിൽ വർക്ക് പീസിന് കൊടുക്കുന്നു ആണോ? അതിൻ്റെ ഒരു ഓവറോൾ ഫിഗറാണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ നമ്മൾ കൊടുക്കുന്ന MCU ഔട്ട്പുട്ട് എങ്ങോട്ടാണ് പോകുന്നത്? സ്റ്റെപ്പർ മോട്ടറിന്. സ്റ്റെപ്പർ മോട്ടർ ഇപ്പോൾ എന്തെടുക്കും? ഈ ലീഡ് സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ടേബിൾ മൂവ് ചെയ്യുകയൊക്കെ മോഷൻ കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് ഈ ടേബിളിൻ്റെ മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ലീഡ് സ്ക്രൂവിൻ്റെ മൂവ്മെൻറ്റിനെ അനലൈസ് ചെയ്തിട്ട് തിരിച്ചൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന സിസ്റ്റം ഇതിനകത്ത് ഇല്ല. അതുകൊണ്ടാണ് ഇത് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സിമ്പിളാണ്. നമ്മൾ നേരത്തെ പഠിച്ച സെയിം സാധനം തന്നെയാണ്. നമ്മൾ PLCക്കകത്ത് പഠിച്ചില്ലേ? PLCക്കകത്തും പഠിച്ചു ഓപ്പൺ സിസ്റ്റം ക്ലോസ് സിസ്റ്റം ഒക്കെ. ആ സെയിം സാധനം തന്നെ PLCക്ക് പകരം ഇവിടെ കമ്പ്യൂട്ടർ വന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഈ സാധാരണ നമ്മൾ ഈ ഓപ്പൺ ലുക്ക് സിസ്റ്റം ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആക്യുറസി ഒന്നും അത്രയ്ക്കൊന്നും വേണ്ട. ഓക്കെ, വലിയ ആക്യുറസി ഒന്നും വേണ്ട. പിന്നെ ഏതാണ്? അപ്പം ആക്യുറസി നോ നീഡ് ഓഫ് മച്ച് ആക്യുറസി. കാരണം ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എക്സാക്റ്റ് നമുക്ക് മെഷർമെൻറ്റിൽ നമുക്ക് മെഷീനിങ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഫീഡ്ബാക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അതനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടോ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത് അധികം ആക്യുറസി ഒന്നും വേണ്ടാത്ത സിസ്റ്റത്തിലാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സാധാരണ ലൈറ്റ് മെഷീനറി യൂസിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിനുശേഷം എന്താ പറയുന്നത്, അധികം പൈസയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനില്ല എന്നുള്ള കേസിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ മെഷീൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലോസ് ലൂപ്പ് സിസ്റ്റം. അപ്പോൾ ഈ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് ആപ്ലിക്കേഷൻ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെ ആയിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ. എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ ആക്യുറസി തന്നെ. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? ആക്യുറസി വളരെ കുറവായിരിക്കും അല്ലേ? മെഷീനിങ് ആക്യുറസി വളരെ കുറവായിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഡിസ്അഡ്വാൻറ്റേജസ് എന്തായിരിക്കും? ലെസ് ആക്യുറസി ആണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ലെസ് ആക്യുറസി ഉണ്ട്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഉണ്ട് സാർ. ഓക്കെ. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എപ്പോഴും എറർ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ടു കോമ്പൻസേറ്റ് എറർ നീഡ് ഫ്രീക്വൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ എററിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഇതിനകത്ത് സിസ്റ്റംസും ഇതിനകത്ത് മെഷീൻ ടൂൾ പൊസിഷനും എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഫീഡ്ബാക്ക് ഇല്ല. നമ്മൾ തന്നെ നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ വരുത്തേണ്ടി വരും. ഓക്കെ ആണോ? അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം മാത്രം പഠിക്കുക. ബ്ലോക്ക് ഡയഗ്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഓക്കെ ആണോ? അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഇത്രയും ദിവസത്തെ നോട്ട്സ് ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പിനകത്തും ലിൻവേസിനകത്തും അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ നോട്ട്സ് കംപ്ലീറ്റ് എഴുതാനുള്ളവരെല്ലാം നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ അസൈൻമെൻറ്റ് ഞാൻ നാളെ ഫസ്റ്റ് മൊഡ്യൂളിനെ ബേസ് ചെയ്തുള്ള അസൈൻമെൻറ്റ് ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് മൊഡ്യൂളിനെ ബേസ് ചെയ്തുള്ള അസൈൻമെൻറ്റ് അതൊരു ഡേറ്റ് ഒരു 10 days
അത് ചെയ്യാനുള്ള ഗ്യാപ്പും തരാം. അപ്പോൾ ആ അസൈൻമെൻറ്റ്സ് 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എഴുതി ഇൻവേസിനകത്ത് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയുള്ള നോട്ട്സ്, പെൻഡിങ് ഉള്ള നോട്ട്സ് എല്ലാം ഞാൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിനകത്തും നമ്മുടെ ലിൻവേസ് പോർട്ടലിനകത്തും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഇരുന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. കംപ്ലീറ്റ് ചെയ്യാനുള്ളവർ ഓക്കെ ആണോ? ഓക്കെ സാർ. അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞ ഈ ഓപ്പൺ ലൂപ്പ് പഠിച്ചപ്പോൾ ക്ലോസ് ലൂപ്പിൻ്റെ പ്രത്യേകത എന്തുമായിരിക്കും? ക്ലോസ് ലൂപ്പിൻ്റെ പ്രത്യേകത എന്തുമായിരിക്കും? ഓപ്പൺ ലൂപ്പ് നമ്മൾ പഠിച്ചു, അപ്പോൾ ക്ലോസ് ലൂപ്പ് എങ്ങനെയായിരിക്കും? ക്ലോസ് ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേന് അതിനകത്തൊരു ഫീഡ്ബാക്ക് സിസ്റ്റം കാണും. കണ്ടോ? ഇതിനകത്ത് നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ പ്രോഗ്രാം നമ്മൾ പെൻഡ്രൈവിനകത്ത് ലോഡ് ചെയ്യുന്നു, നമ്മൾ മെഷീൻ കൺട്രോൾ യൂണിറ്റിനകത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് കൊടുക്കുന്നു. ആണോ? കമ്പ്യൂട്ടറിനകത്ത് കൊടുക്കുന്നു. അതിനുശേഷം നോക്കിക്കേ, ഇതൊരു ആംപ്ലിഫയർ ആണ് കേട്ടോ. ഒരു ആംപ്ലിഫയർ വെച്ച് ആ സിഗ്നൽ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് സെർവോമീറ്റർ കൊടുക്കുന്നത്. സെർവോമീറ്ററിൽ നിന്ന് നമ്മൾ ഗിയർ ബോക്സ് വഴി നമ്മൾ മെഷീൻ സ്ലൈഡിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മോഷൻ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നത്. നമ്മൾ കൊടുത്ത അത്രയും മോഷൻ, ഇപ്പോൾ 10 mm ഫീഡ് ആകും, അല്ലെങ്കിൽ 10 mm മോഷനാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ 10 mm മോഷൻ അവിടെ കിട്ടിയിട്ടുണ്ടോ നമ്മൾ ഒരു ട്രാൻസ്ഡ്യൂസർ ഇട്ടിട്ട് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നത്. ആ ഫീഡ്ബാക്ക് തിരിച്ച് നമ്മൾ ഒരു കമ്പാരേറ്റർ കൊണ്ട് കൊടുക്കുന്നത്. എന്താ? ഡിഫറൻഷ്യൽ കമ്പാരേറ്റർ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ അനലൈസർ എന്ന് വെച്ചിട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ മെഷീൻ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് വരുന്ന സിഗ്നലും നമ്മൾ ഈ ഫീഡ്ബാക്ക് വരുന്ന സിഗ്നലും കൂടെ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫറൻസ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം അടുത്ത ഇൻപുട്ട് കൊടുക്കുന്നത്. ആ ഡിഫറൻസ് 0 ആകുന്നിടം വരെ അവിടെ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്ലോക്ക് ഡയഗ്രം. ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഡയഗ്രം. ഇതാണ്, കണ്ടോ? ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റെപ്പർ മോട്ടറിലോട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പർ മോട്ടർ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഈ സംഭവത്തിൽ സ്പിൻഡിലിൻ്റെ മോഷൻ വരുന്നത്. ആ സ്പിൻഡിലിൻ്റെ മോഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഫീഡ്ബാക്ക് ഡിവൈസ് വെച്ചിട്ടുണ്ട്. ആ ഫീഡ്ബാക്ക് ഡിവൈസ് സിഗ്നൽ തിരിച്ച് ബാക്ക് ടു MCUവിനോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു നമ്മൾ ഫീഡ്ബാക്ക് സിഗ്നൽ കൊടുക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തോ ഇല്ലയോ എന്ന് ഈ ഫീഡ്ബാക്ക് ഡിവൈസ് അല്ലെങ്കിൽ ഡ്യൂസറാണ് ഫീഡ്ബാക്ക് ഡിവൈസറായിട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് ഡിവൈസ് ഇത് കമ്പയർ ചെയ്യുന്നത്. നമ്മൾ കൊടുത്തത് 10 mm ഫീഡാണ്, പക്ഷേ ഇവിടെ വന്നത് 8 mm ഉള്ളു. അപ്പോൾ 2 mm കൂടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഫീഡ് കൊടുക്കുമ്പോഴത്തേന് ആ 2 mm കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ അടുത്ത ഫീഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ടൈപ്പ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ക്ലോസ് ലൂപ്പ് സിസ്റ്റം. ഇതിനകത്ത് ഒരു എക്സ്ട്രാ വരുന്നത് 2 കാര്യങ്ങളാണ്. ഒരു ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ, ഒരു ഡിഫറൻഷ്യൽ അനലൈസർ അല്ലെങ്കിൽ കമ്പാരേറ്റീവ് ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫീഡ്ബാക്കും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും നമ്മൾ കമ്പയർ ചെയ്യുവാണ് അത് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഡിവൈസ് ഉണ്ട്. ഇത് 2 കാര്യങ്ങളാണ് ഇതിനകത്ത് ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിനകത്ത് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിനകത്ത് എക്സ്ട്രാ വരുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പയറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീഡ്ബാക്ക് ട്രാൻസ്ഡ്യൂസറുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റമായിട്ട് ഡിഫറൻസ് ആയിട്ട് ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. 2 കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. 2 സിമ്പിളാണ്. നമ്മൾ PLCക്കകത്ത് പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പല രീതിയിൽ പറയുന്നത്. പക്ഷേ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ചോദിക്കും, വാട്ട് ഈസ് ഓപ്പൺ ലൂപ്പ്, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് CNC സിസ്റ്റം. അപ്പോൾ നമ്മൾ ഈ 2 ഫിഗർ വരച്ച് ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതിയാവും. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരാ പറയുന്നത്?